ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീട്ടിൽ ഈ പാലിൻ്റെ കവറ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുടുംബശ്രീയിലെ ചേച്ചിമാർ വരുമ്പോൾ കൊടുക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്കിനും അത് ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ, പാലിൻ്റെ മണമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മളത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകുക, ഒന്ന് കുലുക്കി കഴുകിയിട്ട് ഇപ്പോഴത് നനഞ്ഞിരിക്കുകയാണല്ലോ, കവറ് നനഞ്ഞിരിക്കുകയാണ്. ആ കവറിനെ നമ്മളെടുത്ത് നനച്ചിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ മിക്ക എല്ലാ വീടുകളുടെയും സൈഡിൽ ടൈലായിരിക്കുമല്ലോ, നമ്മുടെ ആ വാഷ് ബേസിൻ്റെ അതായത് സിങ്കിൻ്റെ മുകളിലായിട്ട് ടൈലുണ്ട്. ആ ടൈലയിൽ നമ്മളിങ്ങനെ നനച്ചിട്ട് ഈ പാലിൻ്റെ പ്ലാസ്റ്റിക് കവറാണ് നനച്ചിട്ട് അത് ഈ ടൈലെ കൊണ്ട് ഇങ്ങനെ വെറുതെ ഒട്ടിച്ച് വെച്ചാൽ മതി. കണ്ടോ, അതങ്ങ് ഒട്ടിയിരുന്നോളൂ. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, അങ്ങ് തൂക്കിയിടുക ഒന്നും വേണ്ട. ഈ ടൈല് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഈ ടൈലിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ലതായിട്ട് ഉണങ്ങിയിരിക്കും. ഇതൊക്കെ ഉണങ്ങിയതാണ്, ഓരോ ദിവസത്തെ പാലിൻ്റെ കവറാണ്. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ആ പാലിൻ്റെ കവർ എടുത്തിട്ട് നമുക്ക് മറ്റേ ബാഗിനകത്ത് എടുത്ത് വെച്ചാൽ അവർ വരുമ്പോൾ ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ സ്മെല്ലൊന്നും കാണത്തില്ല. നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ വെച്ചിരുന്നാൽ മതി. 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഈ സ്പേസ് അങ്ങ് നിറയുമ്പോഴത്തേനും അതിനെ വലിച്ചിങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇളക്കിയെടുത്ത് ഇപ്പോൾ നല്ലതായിട്ട് ഉണങ്ങിയിരിക്കുക. കണ്ടോ, നല്ല ഡ്രൈ ആണ്, ഒരു സ്മെല്ലും കാണത്തില്ല. ഇതിനെ നമുക്കെടുത്ത് വേസ്റ്റ് നമ്മളിടുന്ന ആ ബിന്നിനകത്ത് കൊണ്ടിടാം. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ആ പാലിൻ്റെ സ്മെല്ല് കാണത്തില്ല. ഓക്കെ, ഇത് നിങ്ങൾക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു ടിപ്പ്? എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ.